ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. രാവിലെ ഇന്നലെയാണ് ആക്ച്വലി 2 ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വയ്ക്കാം എന്ന് തന്നെ തീരുമാനിച്ചത്. കാരണം 15-ാം തീയതി തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചെങ്കിലും ഇതിൽ ഒരുപാട് പേര് ബോംബെയിൽ നിന്നും പല റീജൻസിനും വരേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യം വളരെ ദുഷ്കരമായ ഒരു സമയത്ത് കടന്നു പോകുമ്പോൾ പ്രാക്ടിക്കലാണോ എയർപോർട്ട് അടയ്ക്കുമോ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ നിലനിന്നു. പിന്നെ ഇന്നലെ ബോംബെ എയർപോർട്ട് അടയ്ക്കില്ല, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ സെറ്റിലാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ 2 ദിവസം മുമ്പാണ് ഞാൻ വളരെ ചെറിയൊരു ചടങ്ങ് വയ്ക്കാം. ഞാൻ ഇതിനോട് പറഞ്ഞു മ്യൂസിക് ലോഞ്ച് എലാബറേറ്റ് ആയിട്ട് വയ്ക്കാം. അപ്പം ഞാൻ മ്യൂസിക് ലോഞ്ചിന്റെ സമയമായിട്ട് പറയാമല്ലോ, ട്രെയിലർ ലോഞ്ച് നമുക്ക് എലാബറേറ്റ് വയ്ക്കാം. ഇതെല്ലാം വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ വന്നാൽ കംപ്ലീറ്റ് മീഡിയ ഒരു വിഷ്വൽ ഇതുള്ള ഒരു തിയേറ്ററുകളിൽ മാത്രം കാണേണ്ട ഒരു സിനിമയല്ല ഇത്. എല്ലാ തിയേറ്ററുകളിലും ഒരു കഴിവതും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ മാഗ്നിറ്റ്യൂഡിലാണ് ഞങ്ങൾ സിനിമ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് നിസ്സംശയം പറയാം. ഇത് വൺ ഓഫ് ദ ബിഗസ്റ്റ് ബഡ്ജറ്റ്സ് മൂവീസ് ഇൻ മോളിവുഡ് ആയിരിക്കും ആടുത്രി എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ബിക്കോസ് ഇതുവരെ ഇതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ എസ്റ്റിമേറ്റ് ഇടാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ബിക്കോസ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓരോ ദിവസവും കൂടി വരികയാണ്. ഇനി ഇതിൻ്റെ DOP അഖിൽ ജോർജ് ഓരോ ദിവസവും സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാടോടി ആർട്ട് ഡയറക്ടർ ഓരോ ദിവസവും തൂണിൻ്റെ ഇതും കുതിരകളുടെ എണ്ണവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ദിവസവും ഷിബു എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഷിബു പറയുന്നൊരു ഇതുണ്ട്, സാർ ഇത് ഇവിടെയൊക്കെ നിൽക്കുന്നില്ല കേട്ടോ. അത് കേട്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് എണീക്കുന്നത്. ഇതിവിടെ നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ ഷിബു എന്തായി, ഷിബുവിന് കോൾ വരുമ്പോൾ തന്നെ പേടിയാണ്. അപ്പൊ ആ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എന്തായാലും സ്ക്രിപ്റ്റ് ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിമിൽ തുടങ്ങിയ യാത്രയാണ്. ഒരു ആടിന്റെ യാത്രയെ കുറിച്ച് പല ഓൺലൈൻ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. മിഥുൻ മാനുവൽ തോമസിന് ഡയറക്ഷൻ എക്സ്പെരിമെന്റിനായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള സ്ക്രിപ്റ്റിൽ നിന്നും ഇന്ന് മലയാളത്തില് ഏറ്റവും വലിയ ഒരു ഫ്രാഞ്ചൈസിയായി വളരാൻ ആടിന് സാധിച്ചു എന്നത് ദൈവ നിശ്ചയമാണ്. നിങ്ങളുടെ എല്ലാ അനുഗ്രഹമാണ് മലയാള ഓഡിയൻസിന്റെ. അതായത് ഏറ്റവും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസി. ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല, ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് എവിടെ പോയാൽ എനിക്ക് ആട് ഇമിഗ്രേഷൻ, ഞാനിപ്പോൾ വെളിയിൽ പോവാണ്, ഇമിഗ്രേഷൻ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു ഹോട്ടലിൽ പോയാൽ ബിരിയാണി സെർവ് ചെയ്യുന്നതിന് മുമ്പ് സെർവ് ചെയ്യുന്ന ആള് ചോദിക്കുന്ന ചോദ്യം ആടുത്രി എന്ന് വരുവാണ്. ഒരു ഊബറിൽ കയറിയ ഊബർ ഡ്രൈവർ അത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം ഇത് നമ്മൾ വേറെ ഒരു കാര്യവും അവർക്ക് അറിയണ്ട, എന്നെ കണ്ടാൽ അപ്പം ആടുത്രി എന്ന് വരും എന്നുള്ള ചോദ്യമാണ്. അത്രമാത്രം ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ബോംബെയിലും റെസ്റ്റ് ഓഫ് ദ വേൾഡൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നോൺ മലയാളീസ് ആയിട്ടുള്ളവരൊക്കെ വിചാരിക്കും ഇതെന്താ ഇയാളോട് ചോദിക്കുന്നതെന്ന് പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എവിടെ പോയാലും എന്നെ ഷമീർ എന്നാണ് വിളിക്കുന്നത്. അപ്പം അവർക്ക് തന്നെ ഒരു സംശയം, എനിക്ക് സെക്കൻഡ് നെയിം ഷമീർ എന്നാണോ, പിന്നെ ആടുത്രി എന്ന് വരും. അങ്ങനെ എല്ലാവരോടും ഞാനിത് ആൻസർ ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. അതിന് ഇന്ന് ആ ഡ്രീമിന് ആ സ്വപ്നത്തിന് ഇന്ന് ചിറക് മുളയ്ക്കുകയാണ്. നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ എനിക്കിന്ന് 2 സന്തോഷങ്ങളാണ്. ഒന്ന് ഞങ്ങളുടെ ഫ്രൈഡേ ഫിലിംസിന്റെ ഏറ്റവും വലിയ പ്രോജക്റ്റ്, ഡ്രീം പ്രോജക്റ്റ് ആടിന്റെ ലോഞ്ചിനോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്ത മറ്റൊരു ചിത്രം പടക്കളം വളരെ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതൊരു മോട്ടിവേഷനാണ്. കാരണം അതും ഒരു ഫാന്റസി ചിത്രമാണ്. അപ്പം എന്നോട് ആരോ ചോദിച്ചു, നിങ്ങൾ ഫാന്റസി മൂഡ് പിടിക്കുകയാണെങ്കിൽ ഫ്രൈഡേ ഫാന്റസി ഹൗസ് ഒന്ന് മാറ്റേണ്ടി വരുമോ, കാരണം ആടുത്രിയും ഫാന്റസി ആണെന്നാണ് കേൾക്കുന്നതെന്ന്. അപ്പം ഇതെല്ലാം സിനിമ തന്നെ ഒരു ഫാന്റസിയാണ്. അപ്പം പടക്കളം ടീം ഇവിടെ ഉണ്ട്, എൻ്റെ ഡയറക്ടർ ടീം എല്ലാം ഞങ്ങളുടെ ഈ ആടിന്റെ ലോഞ്ചിന് പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അതിന് ഒരു കേക്ക് കട്ടിങ്ങിന് ശേഷം ഞാൻ നിങ്ങളെല്ലാം മുമ്പിൽ വെച്ച് ചെയ്യും. അപ്പോൾ കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. എല്ലാവരും സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് മാത്രം ചോദിക്കാം. ഞാൻ യൂണിവേഴ്സ് അവസാനിപ്പിക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എഴുത്തും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് വലിയ സിനിമയായി. ഇപ്പം ആളുകൾ ഓൺലൈനിലും
എല്ലാവരെയൊക്കെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ആട് 3 സോംബി ചിത്രമായിരിക്കും എന്നുള്ളതാണ് മേജർ ചോദ്യം. അതാദ്യമേ അല്ല എന്ന് പറയുന്നു. എന്തായാലും സോംബി പടമല്ല. പക്ഷേ ഇത്തവണ നമ്മൾ ആടിന്റെ സ്വഭാവം മാറ്റാതെ, അതിന്റെ ഫ്ലേവറുകൾ ഒന്നും മാറ്റാതെ സിനിമ അല്പം വലുതാക്കുകയാണ്. പ്രൊഡ്യൂസർ പറയാൻ അനുവാദം തന്ന അത്രയും മാത്രമേ ഞാൻ പറയുള്ളൂ. അത് അല്പം വലുതാക്കുകയാണ്. നമ്മളൊരു സ്ലാപ്സ്റ്റിക് സിനിമയുടെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ എപ്പിക് ഫാന്റസിയിലേക്ക് പോവാണ്. അപ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ജോണറല്ല എപ്പിക് ഫാന്റസി. നിങ്ങൾക്കറിയാം, എപ്പിക് ഫാന്റസി എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഫാന്റസി ഉണ്ടാവണം, പടത്തിനൊരു എപ്പിക് സ്വഭാവം ഉണ്ടാവണം. എൻ്റെ മനസ്സിൽ എപ്പിക് ഫാന്റസി എന്ന് പറയുമ്പോൾ തന്നെ രാജാവും കുതിരകളും യുദ്ധങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയുടെ ചിത്രമാണ് വരിക. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു എപ്പിക് ഫാന്റസിയിലേക്ക് ഇത്തവണ കാലെടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതിലെ ഫാന്റസി എലമെന്റുകൾ അത് സർപ്രൈസ് ആക്കി വെക്കുന്നു. എന്തായാലും അത് സോംബി ആയിരിക്കില്ല, സംതിങ് എൽസ്. അപ്പോ എന്റെ കരിയറിലെ ഫ്രൈഡേ ഫിലിമോസിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ മെയ് 15-ന് തുടങ്ങാൻ പോകണം. അപ്പോ അത് ഒരു പക്ഷേ അപ്പോ ഇതിന്റെ ചെലവിനെ കുറിച്ചും ഇതിന്റെ ബജറ്റ് പ്ലാനിംഗ് ഒക്കെ നടക്കുമ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ, ഇതിനു വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്തായാലും തിയേറ്ററിലെത്തും. ഇത്തവണ കണ്ടതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു സിനിമ കാണാനായിരിക്കും അവർ ആഗ്രഹിക്കുക. ആ വ്യത്യസ്തത നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവാണ്. ഇപ്പൊ മെയ് 15-ന് ഷൂട്ട് തുടങ്ങുകയാണ്. ആട് 1-ലും 2-ലുമുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്ത് വരുന്നതായിരിക്കും. കൂടെ ഫാന്റസി എലമെന്റ് ആയിട്ടും അല്ലാതെ ഒരുപാട് നെറേറ്റീവിലാണെങ്കിൽ ഒരുപാട് പുതുമകളും ഉണ്ടാകും. അപ്പൊ ഈ ക്രിസ്മസിന് ഇതിന്റെ CG വർക്കും പരിപാടികളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്മസിന് ഷാജി പാപ്പനും സംഘവും എത്തുന്നതാണ് കേൾക്കപ്പെടുന്നത്. അപ്പോ ക്രിസ്മസ് വിളിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് അനൗൺസ് ചെയ്യുമ്പോൾ CG ഒക്കെ തീരുമെന്നുള്ള പ്രതീക്ഷയിലുണ്ട്. ഇനി നമ്മളോട് മാറിപ്പോയി കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കരുത്. അത് അത്രയും CG ഒക്കെ വരുന്ന സിനിമയാണ്. പാസ് ഓഫ് നോ ക്രിസ്മസ് ആണ് നമ്മുടെ പ്ലാൻ. റിലീസിംഗ് ഡേറ്റ് വെച്ച് ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഇതിന്റെ അണിയറ പ്രവർത്തകരായ ഞങ്ങളെയൊക്കെ കൊണ്ടെത്തിച്ച പ്രേക്ഷകരോട്. കാരണം ആട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ജയേട്ടനൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ മറ്റ് സിനിമകൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു നിരാശ ഉണ്ടാവുമല്ലോ നമുക്ക്. പണം പൊട്ടി ഇനി എന്ത് ചെയ്യുന്നറിയില്ല, വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് തുടങ്ങിയ റിയാലിറ്റിയൊക്കെ നമ്മൾ അനുഭവിച്ചു വരുന്ന ഒരു സമയം. അപ്പൊ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ നമുക്ക് ആ പടം ചെയ്താലോ ഈ പടം ചെയ്താലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് പല കഥകളും ആലോചിക്കുമ്പോൾ ഈ സിനിമ തിരിച്ചു വരുമെന്നോ, ഇദ്ദേഹം ഒരിക്കൽ കൂടി ഷാജി പാപ്പനായിട്ട് ഇറങ്ങേണ്ടി വരുമെന്നോ, സൈജു കുറുപ്പ് ഒരിക്കൽ കൂടി അറക്കില പോയിട്ട് വരേണ്ടി വരുമെന്നോ, ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും ഇതുപോലെ തിരിച്ചു വരേണ്ടി വരുമെന്നോ ഞങ്ങൾ വിചാരിച്ചതേ. അവിടെ പിന്നെ അത് അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തരണം പ്ലീസ്. ഡയറക്റ്റ് എന്റെ പടം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിരിക്കും. അതുകൊണ്ട് മിഥുൻ ഒരു ലോല ഹൃദയനാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചാൽ മിഥുൻ കഥ വരെ പറഞ്ഞു തരും. അതുകൊണ്ട് എന്നോട് മാത്രം ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അതൊക്കെ ഇനി കാണാൻ പോകുന്നുണ്ട്. അതിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഫുൾ കഥ ഞാൻ ഇവിടെ പറയേണ്ട വരും. പറയട്ടെ. എന്തായാലും വളരെയധികം സന്തോഷം. ഇന്ന് ഈ പറഞ്ഞതുപോലെ ഈ ആട് 3-യുടെ ലോഞ്ചിന് നിൽക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. അത് മറ്റൊന്നും കൊണ്ടല്ല, വീണ്ടും ഒരു ഷാജി പാപ്പൻ ആകാൻ വേണ്ടി പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം. കാരണം ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാൽ എവിടെ പോയാൽ ഇതെന്റെ എനിക്ക് തോന്നുന്നു 107ാമത്തെ സിനിമയാണ് ആട് 3. അപ്പോ ഇത്രയധികം നല്ല കഥാപാത്രങ്ങൾ, കുറച്ചൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെ ചെന്നാലും പ്രായഭേദമന്യേ ആളുകൾ ചോദിക്കുന്നത് ഷാജി പാപ്പ എന്ന് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിന് വല്ലാത്തൊരു സന്തോഷമാണ്. മാത്രമല്ല ഇതിന്റെ ഷൂട്ടിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് ആദ്യം ജയസൂര്യ ഏതാ പടത്തിന്റെ ഷൂട്ടിങ് നമ്മൾ പറയുന്ന ആടെന്ന് പറഞ്ഞ പടമാണ്. ഓക്കെ.
അടുത്ത തവണ ചെല്ലുമ്പോഴത്തേക്ക് അത് മാറി, സിനാരി മാറിയിട്ട് ബാബോ അലി ബാബോ എന്ന് പറയും. അത് വളരെ റയറായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഒരുപക്ഷെ സിനിമയുടെ പേര് അറിയാൻ പറ്റും, ആക്ടറുടെ പേര് അറിയാൻ പറ്റും, കഥാപാത്രത്തിന്റെ പേര് ഒരിക്കലും അറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് ആടിന്റെ ഒരു മാത്രം പ്രത്യേകതയാണ്. എവിടെ ചെന്നാലും പേര് വിളിക്കുക എന്നുള്ളത് അതൊരു വല്ലാത്ത അനുഭവമാണ്. എപ്പോഴും എനിക്കും ഈ ക്യാരക്ടറിനെ മിസ് ചെയ്യാറുണ്ട്. ഇവര് ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും, വല്ല ക്രിസ്മസിന്റെ ഞാനും അല്ലെങ്കിൽ നല്ല ആഘോഷങ്ങളൊക്കെ ഞാൻ ചിന്തിക്കും, എന്ത് ചെയ്യായിരിക്കും, ഉണ്ടോ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എല്ലാവരും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, അതുപോലെ തന്നെ കഥാപാത്രമാകാനുള്ള ഒരു ആഗ്രഹവും എനിക്കുണ്ട്. അതൊക്കെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു എന്താ പറയാ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ട് വരിക, അത് ഫ്ലോപ്പ് ആവുക, അത് സെക്കൻഡ് പാർട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ വേറൊരു സിനിമയുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇത് സെക്കൻഡ് പാർട്ട് എന്താ പറയാ ചിന്തിച്ചൂടെ. എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ പടം ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച്. പക്ഷെ പരാജയപ്പെട്ട സിനിമയെ കുറിച്ച് ആ എപ്പിസോഡെ നമ്മൾ മറന്നു. പക്ഷെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മൾ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആട് 2 ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക്, ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്ക് ഇത്രയും അധികം കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്ക് എല്ലാം ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാകുക എന്ന് പറയുന്നതും വളരെ റയറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും എൻ്റെ വൈഫാണ് ചെയ്തത്. വളരെ യുണീക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂം, എല്ലാവരും ഏറ്റെടുത്തൊരു കോസ്റ്റ്യൂമായിരുന്നു. അടുത്ത ചേച്ചി കൊണ്ടില്ലേ. അപ്പോ അങ്ങനത്തെ കുറേ അധികം നല്ല ഓർമ്മകൾ, അതുപോലെ തന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൈജു ആണെങ്കിലും ധർമ്മജനാണെങ്കിലും ഡ്യൂഡാണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് ഞങ്ങൾക്ക് ആടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. മിഥുന്റെ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആട് 2 എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലും ഗംഭീരമാവട്ടെ ആട് 3 ഞാൻ പ്രാർത്ഥിക്കുന്നു. വിജയ് ബാബുവിന്റെ ഗഡ്സ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും കൊണ്ടുവരിക, അത് എടുത്ത് വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ആട് 3ലേക്ക് എത്തുമ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസ് ഞങ്ങൾ ഇതുവരെ ഇപ്പോൾ മമ്മിപ്പനാണെങ്കിലും ആറാണെങ്കിലും സൂഫി സുജാതാണെങ്കിലും ഒരുപാട് സിനിമകൾ ഞാൻ വിജയമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു സന്തോഷവും അഭിമാനമുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാവട്ടെ. ഈ ചടങ്ങിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ പറഞ്ഞ പോലെ അത്ഭുതമാണ് തോന്നുന്നത്. പെട്ടെന്ന് റിവൈൻഡ് ചെയ്ത് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് റിവൈൻഡ് ചെയ്തതിന്റെ മെമ്മറീസ് പോയത്, ആട് റിലീസായതിന്റെ അന്ന് രാത്രി ഞാനും മിഥുനും വിജയുടെ അനിയൻ വിനയും കൂടെ രാത്രി ഇരുന്നിങ്ങനെ ഇവരുടെ ഗസ്റ്റ് ഹൗസിൽ മേൽപോട്ട് നോക്കി വായം പൊളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഭയങ്കര ദുഃഖകരമായിരുന്നു. മിഥുന്റെ മുഖം വാടിയിരിക്കുന്നു. അഫ്കോഴ്സ് ഞങ്ങളുടെ മുഖം വാടി തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിനുള്ളിൽ എവിടെയോ ഈ പടം ഹിറ്റാണെന്നുള്ളത് 1-2 പേര് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ചെറിയ സന്തോഷം എനിക്കുണ്ടായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യം വിനയ്ക്കും മിഥുനും മാത്രമായിരുന്നു അറിയാവുന്നത്. അപ്പൊ ഞാൻ വളരെ ഇടയ്ക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവര് അങ്ങനെ ചിരിക്കുന്നൊന്നുമില്ല. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ എന്റെ തമാശകളൊക്കെ വർക്കാവാറില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ അത് വർക്കാവാത്തതുകൊണ്ടായിരിക്കും ഇവര് ചിരിക്കാത്തത്. പക്ഷെ എന്നാലും മിഥുനും വിനയൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അവർ ചിലപ്പോഴൊക്കെ ചിരിച്ച് സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ 2ാമത്തെ 3ാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മൺഡേ വരും. ഈ മൺഡേ ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പേടി. സൺഡേ ഒക്കെ പിന്നെ കളക്ഷൻ വരും. മൺഡേ ആകുമ്പോഴത്തേക്കും ഏതൊരു പടവും ഹോളിഡേസ് അല്ലെങ്കിൽ ഒന്ന് താഴും, ഒരു ഡിപ്പ് വരും. മൺഡേ ഡെഫിനറ്റ്ലി ഡിപ്പ് വന്നു. പിന്നെ അങ്ങോട്ട് ഡിപ്പായിരുന്നു, തകർന്നാകെ. പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ സിനിമയുടെ 3ാം ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. പിന്നെ മിഥുന്റെയും വിജയുടെയൊക്കെ കരിയറിൽ ഇത് ഏറ്റവും വലിയ പടമാണ്. അതേപോലെ എന്റെ കരിയറിലും ഇതാണ് ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. 75 കോടി കളക്ട് ചെയ്ത പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കുറുപ്പ്. 100 കോടി കളക്ട് ചെയ്ത പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മാളികപ്പുറം.
പക്ഷേ ഇതിന്റെയൊക്കെ ബഡ്ജറ്റ് ഇത്രയും ഉണ്ടായിരുന്നു എനിക്കറിയില്ല. മാളികപ്പുറത്തിന്റെ എന്തായാലും ഇല്ലായിരുന്നു. കുറുപ്പിന്റെ എനിക്കറിയില്ല. കുറുപ്പിൽ ഞാൻ 2 സീറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയില്ല. ആട് പക്ഷെ ഈ പറഞ്ഞ പോലെ എത്രയാണ് ബഡ്ജറ്റ് എന്നറിയില്ല. പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടതാണ്. ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ മനസ്സിലൊരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണോ ഇതിന്റെ ബഡ്ജറ്റ് എന്നറിയില്ല. എന്ന് വെച്ചാൽ ഞാനും ഇപ്പൊ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. എന്നെ പാർട്ണറാക്കാൻ വേണ്ടി സാനൻസ് കാണിച്ച തോമസ് തിരുവല്ല അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ആട് 1 പൊട്ടി, അത് കഴിഞ്ഞിട്ട് ആട് 2 വരുന്നു, ആട് 3 പമ്പ് ചെയ്യാൻ പോകും. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുണ്ട് ഭരതനാട്യം എന്ന് പറഞ്ഞ പടം ഞാനും തോമസ് ചേട്ടനും കൂടെ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അല്ല, തോമസ് ചേട്ടനും ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ആക്ച്വലി തിയേറ്ററിൽ പൊട്ടി. പക്ഷേ ആട് 1 പൊട്ടിയിട്ട് ആട് 2 വന്നപ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയി. അതൊരു മോട്ടിവേഷനാണ്. ഞങ്ങൾ അതുകൊണ്ട് ഭരതനാട്യം 2 പ്ലാൻ ചെയ്യുകയാണ്. ആ ഒരു വിശ്വാസത്തോടെ ആട് ബ്ലോക്ക് ബസ്റ്റർ ആയ പോലെ ബ്ലോക്ക് ബസ്റ്റർ ആയാലും ചെറിയ രീതിയിലൊക്കെ 3 ആഴ്ച 4 ആഴ്ച ഒരു കുറച്ചൊക്കെ ഫുൾ ഹൗസ് കിട്ടിയാലായിരുന്നു. അങ്ങനെ ഓടിയ ഒരു സന്തോഷം. അങ്ങനെ ഭരതനാട്യം 2 അതിന്റെ പേര് ഈ വേദനയ്ക്ക് അനൗൺസ് ചെയ്യാല്ലേ. ഓണത്തിനിടയ്ക്ക് കൂട്ടത്തിലൊന്നും ഫീലില്ല. എന്നാൽ പറയാം, അങ്ങനെയാണ്. ഭരതനാട്യം 2 മോഹിനിയാട്ടം. മോഹിനിയാട്ടമാണ് ഭരതനാട്യം 2ന്റെ ആണോ? ആ, ഇനി തേർഡ് പാർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ചേട്ടാ ഇപ്പോൾ രജിസ്റ്റർ വെച്ചാൽ കുച്ചിപ്പുടി. അപ്പൊ അങ്ങനെ ജോക്സ് അപ്പാർട്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ദൈവവും ഓഡിയൻസും ഞങ്ങളെ അനുഗ്രഹിക്കുന്നു തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഈ പടം ഒരു ബ്രഹ്മാണ്ഡ പടമായിരിക്കും. ചെറിയൊരു ജോണർ ഷിഫ്റ്റ് ഉണ്ട് എങ്കിൽ പോലും ആദ്യത്തെ സീൻ തൊട്ട് ഒരുപാട് ചിരിക്കാനുണ്ടാവും. ആട് 1-ലെ ആട് 2-ലെ മിക്കവാറും ആക്ടേഴ്സൊക്കെ 95% ആക്ടേഴ്സും ഇതിനകത്തുണ്ട്. ഡോണി ഇവിടെ ഇരിപ്പുണ്ട്. ഡോണി പണി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആളാണ്. പക്ഷെ നമ്മുടെ ആട് 1-ലുണ്ടായിരുന്നു ഇദ്ദേഹം. ഒരു ഉഗ്രൻ ക്യാരക്ടർ, വിനായകന്റെ ടീമില് ഡ്യൂഡിന്റെ ടീമിലെ മെമ്പറായിരുന്നു. പണിയിലൊരു ഉഗ്രൻ ക്യാരക്ടർ ചെയ്തു. ഡോണി വീണ്ടും നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹത്തിന് ഭാഗമാകാൻ പറ്റില്ല. പക്ഷെ തേർഡ് പാർട്ടിൽ ഡോണി വീണ്ടും വരുവാണ്. പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സ് ആയ ഭാഗത്ത് നെൽസൺ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ പടം വിജയമാകാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം. പിന്നെ ജയനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മള് പുതിയ ആൾക്കാരെ ഡെഫിനറ്റ്ലി കാണുമല്ലോ എല്ലാ ദിവസവും. മിനിമം ഒരാളെങ്കിലും ആട് 3-യെ പറ്റി ചോദിച്ചിരിക്കും. അപ്പൊ അത്രയ്ക്ക് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ്, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന മൂവിയാണ്. അതുകൊണ്ട് ദൈവത്തിനോർത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണണേ. താങ്ക് യു. സ്വീകരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ആട് ആക്ച്വലി എൻ്റെ ആദ്യത്തെ സിനിമകളിൽ ഒന്നാണ്. ഞാൻ 1983 കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ്. അവിടെ നിന്ന് ഇപ്പം ഇത്രയും വർഷമായി ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തു. ആടും ഒരുപാട് വലുതായി. ഇപ്പൊ തേർഡ് പാർട്ടിൽ വന്ന് നിൽക്കുന്നു. 1-ഉം 2-ഉം കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് 2-ഓടെ തീർന്നെന്നാണ് വിചാരിച്ചത് ഇത്. പക്ഷെ 3 എന്നെ സംബന്ധിച്ച്, എൻ്റെ കരിയറിനെ സംബന്ധിച്ച് എന്താ പറയാ, ഭയങ്കര എക്സൈറ്റിങ്ങും ഞാൻ ഇതുവരെയും എന്നെ പോലും കാണാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ വരുന്നത്. മേരി ഈ പ്രാവശ്യം ചതിപ്പില്ലായിരിക്കും അല്ലേ? അപ്പം ഐ ആം ഓൾസോ വെരി എക്സൈറ്റഡ്. അപ്പം താങ്ക് യു വിജയാണ് എന്നെ ആദ്യം വിളിച്ചു പറയുന്നത്. ഇത് വിജയ് വിളിച്ചു പറഞ്ഞ എക്സൈറ്റ്മെന്റ് എനിക്കിപ്പോഴും ഓർമ്മയില്ല. അവിടെ മുതൽ ഞാൻ മിഥുൻ എപ്പോഴെന്നെ വിളിക്കുന്നതെന്ന് ഏറ്റിരിക്കുകയായിരുന്നു. വെരി എക്സൈറ്റഡ്. കാരണം നിങ്ങൾ ഈ ആട് ഡെഫിനറ്റ്ലി സംതിങ് എൽസ് കാണാൻ കാത്തിരുന്നുള്ളൂ. ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലുക്ക് എടുത്ത് വെളിയിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കുറെ പേർക്ക് അവരുടെ വർക്ക് തീർക്കേണ്ടതുകൊണ്ടാണ് ഇവിടെ എത്താൻ കഴിയുന്നത് ഷോർട്ട് നോട്ടീസ്. അപ്പോൾ ഇവിടെ ആടിന്റെ 2 ഫ്രാഞ്ചൈസിയിലും 2 പാർട്ടിലും ഉണ്ടായിരുന്ന കുറെ പേരുണ്ട്. കുറച്ച് പേര് പുതിയതായിട്ടുണ്ട്. എനിക്ക് സംസാരിക്കുന്നവർക്കെല്ലാം സംസാരിക്കാം. പക്ഷേ ഐ വോണ്ട് ഷിബു ടു ടോക്ക്. ഷിബുവിടെ ഷിബു തടി വരച്ചപ്പോൾ എനിക്ക് ഷിബുനെ മനസ്സിലാവുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു വലിയ യാത്രയ്ക്ക് 2013
25 മെയ് 15 മുതൽ തുടങ്ങുകയാണ്. അത് വലിയ യാത്രയാണ്. ഞാൻ സിനിമയിൽ വന്നിട്ട് ഏതാണ്ട് 32 വർഷമായി. അപ്പോൾ ആ 32 വർഷത്തിലെ ഏറ്റവും വലിയൊരു സിനിമ ഞാനും വർക്ക് ചെയ്യുന്നു. ഈ സിനിമയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന കുറേയധികം ടെക്നീഷ്യൻസ് ഇതിലുമുണ്ട്. അതുപോലെ സെക്കൻഡ് പാർട്ടിലുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട്. തേർഡിലേക്ക് വരുമ്പോൾ പുതിയ, എനിക്ക് തോന്നുന്നു മിഥുന്റെ കൂടെയാണ് കുറച്ചധികം പുതിയ ആൾക്കാരുള്ളത്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പുതിയ ആൾക്കാരാണ് കൂടുതലുള്ളത്. ക്യാമറ ടീം പുതിയതാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ പുതിയ സിനിമയ്ക്ക് പുതിയ കാലഘട്ടത്തിനുള്ള മാറ്റം അനുസരിച്ച് പഴയ കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് പേരും ബാക്കി പുതിയ കാലഘട്ടത്തിൽ നിന്ന് കുറെ അധികം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആട് 3 വരാൻ പോകുന്നത്. അങ്ങനെ മലയാളികൾ കാണാൻ കാത്തിരിക്കുന്ന ആ ഒരു ഫാന്റസി, ആ ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫ്രാഞ്ചൈസി ആട് 3 ഇവിടെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ എല്ലാവരും ഡിസംബറിൽ ഈ ഒരു ക്രിസ്മസ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആട് 3യുടെ കൂടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതും ഒരുപാട് ചിരിയുമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ഒരു ഗംഭീര ഹിറ്റ് തന്നെയാവട്ടെ. മലയാള ചരിത്രത്തില്, മലയാള സിനിമാ ചരിത്രത്തില് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് നർമ്മം ഈ ഒരു സിനിമയിൽ ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് കാത്തിരിക്കാം. അഖിൽ ജോ ആട് 3യുടെ എൻറ്റയർ ക്രൂവിന് ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ അതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് പടത്തിന് റിലീസോട് കൂടി നമുക്ക് അറിയാം. നമ്മുടെ സ്വിച്ച് ഓൺ ഫസ്റ്റ് ക്ലാസ് പരിപാടികളിലേക്ക് കടക്കുകയാണ്. അതോടുകൂടി നമ്മുടെ ആളെ സംബന്ധിച്ച പരിപാടികൾ അവസാനിക്കും. അപ്പം അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട 2 ആളുകളെ വേദിയിലേക്ക് വിളിക്കുകയാണ്. ആദ്യമായിട്ട് പടക്കളത്തിന്റെ വിജയത്തിൽ നിൽക്കുന്ന മിസ്റ്റർ ഷാഫുദ്ദീൻ, ഐശ്വര്യമായിട്ട് സ്വിച്ച് ഓൺ ചെയ്യേണ്ടത് മിസ്റ്റർ ഷാഫാണ്. ഒരു 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. സംഘടന കാര്യം പറഞ്ഞു ഞാൻ പറയാം. ഒന്നുമില്ല, ശരിക്കും ആട് സിനിമ എന്നെ സിനിമയിലേക്ക് അങ്ങനെ വിളിക്കാൻ അങ്ങനെ ഒരുപാട് അറിവില്ലായിരുന്ന സമയത്തൊക്കെയാണ് ആട് സിനിമ നടക്കുന്നത്. അപ്പൊ ആട് സിനിമയിൽ ഞാൻ ഉണ്ടാവേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ സമയത്താണ് പ്രേമം നടക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസരം ചോദിച്ച് നടന്ന് ഞാൻ ഡേറ്റ് ക്ലാഷിൽപ്പെട്ട് പോയതാണ് പ്രേമമാണ്. അങ്ങനെ ഒരു സത്യമുണ്ട് ഇതിന്റെ പുറകില്. അതെ, ഞാൻ സ്വിച്ച് ഓൺ അല്ല, ഞാൻ തള്ളി കയറുന്നുണ്ട്. എവിടെയെങ്കിലും ഞാൻ പറ്റും. ഓക്കെ, താങ്ക് യു.
ഡയറക്ടർ മുതൽ ക്ഷണിക്കുകയാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. സാമിയ എൻ്റെ എന്താ പറയുക, എല്ലാവരും കൂടെ ഫ്രണ്ട്സാണ്. ചേട്ടൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫ്രണ്ട്സാണ്. ഞാൻ എൻ്റെ ഇതിനു വേണ്ടി സംസാരിച്ച് ഞങ്ങൾ പാലക്കാട് എത്തിക്കണം. മിഥുനി പറഞ്ഞ എൻ്റെ സെറ്റ് ഹ്യൂജ് സെറ്റ്. വിജയൻ്റെ ഫ്രണ്ടാണ്. എല്ലാവരും കാസ്റ്റ് ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ബിഗ് തിങ്. ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസും അതിൻ്റെ ലോജിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാവുന്നവർക്ക് അറിയാൻ ഹ്യൂജ്. അതും നിങ്ങളെല്ലാവരും പറഞ്ഞു കേട്ടു. ഒരു പരാജയത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഈ ടീം എല്ലാവരും മാറും. ഐ റിയലി ഫീൽ ദാറ്റ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനി നല്ല സിനിമകളുണ്ട്. എൻ്റെ കരിയറിൽ ആട് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് നടത്തിയൊരു എൻ്റെ കൂടിയുണ്ട്. ലൈക്ക് മാർക്കോ എന്ന സിനിമ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ആളുടെ ഫെയിലിയറിൽ നിന്ന് ആട് ടു വിജയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കുറേ പേരോട് പറഞ്ഞു നമുക്ക് ഒരു മാർക്കോ ചെയ്താലോ എന്ന്. അപ്പോൾ അത് ആർക്കും വലിയ താല്പര്യം നടന്നില്ല. അങ്ങനെ ഞാൻ ആംഗ്ലോ ചോദിച്ചു ഞാനത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആൻഡ് ഐ ഹാവ് ടു താങ്ക് ഹിം ബിക്കോസ് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ശരി നീ പോയി ചെയ്തോ എന്ന് പറഞ്ഞു. എൻ്റെ ഒരു നേരെ പൈസ പോലും പുള്ളി മേടിച്ചില്ല. ആ ഒരു എൻഒസി ചേർന്നു. എന്നാൽ ഗെയിം ഫ്രീഡം ടു ഗോ അഹെഡ്. ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ ഒരു കൺവിക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ടീം ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷനാണ്. ഞാൻ പാർട്ട് ഓഫ് ദാറ്റ്. സോ ആട് 3 വിജയിക്കണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ബിക്കോസ് ഇനിയും നല്ല സിനിമ വരട്ടെ, ഇനിയും ഇൻസ്പിറേഷൻസ് എസ്പെഷ്യലി ചേട്ടൻ്റെ ഈ സിനിമ മാത്രമല്ല എനിക്ക് കത്തനാറും കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. എന്തായാലും ഒരുപാട് സന്തോഷങ്ങൾ വരാൻ സാധിച്ചതിൽ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ രാജ്യം അത്രയും ഒരു സിറ്റുവേഷൻ അല്ല. ബട്ട് ഐ റിയലി ഹോപ്പ് ദാറ്റ് വി പ്രേ ഫോർ ദി കൺട്രി ആസ് വെൽ. ബട്ട് ഇതൊരു നല്ലൊരു ദിവസം, നല്ലൊരു തുടക്കം. ആൻഡ് ഐ ഹാപ്പി ദാറ്റ് ഓൾ ദ വെരി ബെസ്റ്റ്. അതിനുശേഷം സ്ക്രിപ്റ്റ് കൊടുത്തതിന് ശേഷം എന്നോട് പലരും ചോദിച്ചു പടക്കളത്തിനെ കുറിച്ച് 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. സോ പടക്കളം ടീം ഹിയർ വി ഹാവ് എ മീറ്റ് ദ പ്രസ് question and a success cake cutting ceremony after this. So press should hang on. Please, welcome, please. റെഡി. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഷോട്ട് റോൾ ക്യാമറ. Thank you all. Smita. ഇനിയൊന്നും ഇല്ലല്ലോ കൂടുതലില്ല.